കുറച്ച് ലേറ്റസ്റ്റ് വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അതിൽ തെറ്റേതാ ശരിയേതാ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അജ്ഞാതമാണ്. ഇപ്പോഴത്തെ രേണുസുധീരെ ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ വളരെ വളരെ കഷ്ടമുള്ളൊരു സമയമാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല, വെറും 34 കിലോ മാത്രമാണ് തൂക്കം. ദിവസത്തും തോറും തൂക്കം കുറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും കഴിച്ചാൽ തന്നെ അപ്പം തന്നെ ഛർദ്ദിക്കും. പിന്നെ എങ്ങനെയാണ് ശരീരത്തിലേക്ക് ഒരു ആരോഗ്യം കിട്ടുക? മരുന്നുകളെ കൊണ്ടാണ് ഇപ്പം നിൽക്കുന്നത് തന്നെ, ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കേട്ട്. അപ്പോൾ ഈ ആരോഗ്യമില്ലാണ്ട് തിരിച്ചു വരാനായിട്ട് വെറും 30% മാത്രം സാധ്യതയുള്ള ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് രേണു. ഈ രേണുവിനെ കുറിച്ച് ഇപ്പോൾ പുറത്ത് എന്തെല്ലാം അനാവശ്യ കഥകളും നുണക്കഥകളുമാണെന്നാണ് പ്രചരിക്കുന്നത്. ഇപ്പോൾ രേണു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി വളച്ചൊടിച്ച് ഇപ്പോൾ പറയണത് എന്താണ്? കിച്ചുവിനെ നശിപ്പിക്കാൻ വേണ്ടി രേണുവിൻ്റെ കൂട്ടത്തിലുള്ളവർ പടച്ചുവിട്ട ഒരു നുണക്കഥയാണെന്നാണ് പറയണത്. രേണു അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഐസിയുവിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയെന്ന് പറഞ്ഞു. പക്ഷെ അതും നുണയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാമല്ലോ ഹോസ്പിറ്റലിൽ എന്താ ഉണ്ടായത്. അവിടെയൊക്കെ ഹോസ്പിറ്റലിൽ എല്ലാത്തിനും രേഖയുള്ളതല്ലേ. രോഗം വെച്ചാണോ ആരെങ്കിലും റീൽസ് കളിക്കുന്നത്? അതിൻ്റെ ആവശ്യം രേണുവിനുണ്ടെന്ന് തോന്നണില്ല. രേണു രോഗമാണ്, ഈ ക്യാൻസറാണ് എന്ന് പറഞ്ഞിട്ട് കാശുണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ രേണുവിൻ്റെ വീഡിയോ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ട് ഇഷ്ടംപോലെ കാശ് കിട്ടും. എന്നിട്ടും പോലും ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ട് എന്ത് കാര്യം? എനിക്ക് ആകെ മനസ്സിലാവാത്ത ഒറ്റ കാര്യമുള്ളൂ. രേണു, കിച്ചു, ഇതിൻ്റെ ഇടയിലേക്ക് ഒരു ബീവി കടന്നു വരുന്നുണ്ട്. ഇവർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള റോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഈ സെറീന ബീവിക്ക് ഈ കുടുംബത്തോട് ഇത്രയധികം വൈരാഗ്യം തോന്നാനുള്ള കാരണം? അവർ ഒരു അച്ഛൻ്റെ ഒരു കുടുംബമായി ജീവിക്കുന്നു. ആ കുടുംബത്തിൽ അവർക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ കിട്ടുന്നു. ഇതൊക്കെ കണ്ടിട്ടുള്ള കുശുമ്പാണോ അസൂയാണോ എന്നൊന്നും അറിയില്ല. ഇനിപ്പോലെ പൂർവിക വല്ല ശത്രുതയുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എന്താണ് ഈ ഇവർ തമ്മിലുള്ള ഫൈറ്റപ്പോൾ ഈ നടക്കുന്നത് മുഴുവൻ? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ തമ്മിൽ ഈ അങ്കബെട്ട് തുടങ്ങിയിട്ട് ആ അങ്കബെട്ട് മുഴുവൻ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുക. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഓരോ വീഡിയോകളായിട്ടും പല ആൾക്കാരും പല രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ആ ചിത്രീകരണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കിച്ചുവിന് അനുകൂലമാണ്. ഇപ്പോൾ എല്ലാവരും രേണുവിനെ വെറുക്കാൻ വേണ്ടിയും കിച്ചുവിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. രേണു ചെയ്യുന്നതൊക്കെ നോണ, രേണുവിൻ്റെ ക്യാൻസർ നോണ, ആത്മഹത്യക്ക് ശ്രമിച്ചത് നോണ, അതുപോലെ തന്നെ ഐസിയുവിൽ കിടന്നത് നോണ, എല്ലാം നോണ. നോണയുടെ ഒരു മാലപ്പടക്കാണ് രേണു. അപ്പോൾ അതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാ? കിച്ചു ആഞ്ജനേയ പുണ്യാളൻ. മൂപ്പരെ രൂപക്കൂടുതൽ കയറ്റിയിരുത്തണം. ആ നിലയ്ക്കുള്ള കളികളാണ് നടക്കുന്നത്. അപ്പോൾ അതിനെ പട്ടിയെ പിടിച്ച് പൂച്ചയാക്കുക, പൂച്ചേനെ പിടിച്ച് പട്ടിയാക്കുക. അപ്പോൾ അത് ജനങ്ങൾ ഇതൊന്നും അറിയാണ്ട് കിടന്ന് കഷ്ടപ്പെടുക. നമുക്ക് എല്ലാം കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ രേണുവിൻ്റെ രോഗം വളരെ ഗുരുതരമാണ്. ഇപ്പോൾ അതേ ബിഗ് ബോസ് താരങ്ങളൊക്കെ രേണുവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. തിരിച്ചു വരാനായിട്ട് വെറും 30% മാത്രമാണ് ചാൻസുള്ള ഒരു രോഗിയാണ്. ഇവരിപ്പോഴും ഇങ്ങനെ ഈ ഡോക്ടർമാർ പറഞ്ഞോളൂ എന്താ വെച്ചാൽ ഇനി റീൽസ് ഇടരുത്, ഫോൺ തൊടരുത് എന്നാണ് പറഞ്ഞോളൂ. പക്ഷേ രേണുവിന് ഫോൺ തൊടാണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാം തുറക്കല്ലേ, ഇൻസ്റ്റാഗ്രാമിലുണ്ട് കണ്ടമാനം അനാവശ്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും. അപ്പോൾ അത് രണ്ടും ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ രേണു നിർത്തില്ല. രേണുവിൻ്റെ ജീവനും ആത്മാവും എല്ലാം അതിലാണ് കിടക്കുന്നത്. അപ്പോൾ ക്യാൻസറായിട്ട് കിടക്കുന്ന ഒരു രോഗി അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് കഷ്ടപ്പെടുക പറയണത് അത്രയധികം. ഇപ്പോൾ ശരിക്കും നമുക്കൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഈ ഞരമ്പിൻ്റെ ഉള്ളിൽ പുതിയൊരു ചികിത്സയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നത്. ഞരമ്പിൻ്റെ ഉള്ളിൽ കൂടെ ട്യൂബ് കയറ്റിയിട്ട് ഈ ഒരു ചികിത്സ നടത്തുന്നത്. അതിപ്പോൾ ആദ്യമായിട്ടാണെന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് വളരെ ന്യൂനതമായുള്ള ചികിത്സകൾ പോലും രേണുവിന് ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങളെല്ലാവരും കിടന്ന് ഇങ്ങനെ ആ പെൺകുട്ടീനെ കിടന്ന് കഷ്ടപ്പെടുത്തരുത്. വെറും 34 കിലോ മാത്രം തൂക്കമുള്ള ഒരു വ്യക്തി
ഈ സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് എന്ത് കാണിക്കാനാ? രേണുവിന് ഇഷ്ടമുള്ള ആൾക്കാരാണ് വന്നിട്ട് സന്തോഷം പോലെയാണ് അവർക്ക് കാശ് കൊടുക്കുന്നത്. അതിനൊരു 2 ലക്ഷം 3 ലക്ഷം കിട്ടിയതിന് ആർക്കാണ് ഇത്രയധികം കണ്ണുകടിയും ഇതൊക്കെ? അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ആൾക്കാർ കുറച്ച് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കണ്ണോടിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും ജനങ്ങളും ഇപ്പോൾ കേരളക്കരയിലുള്ള എല്ലാ ജനങ്ങളും ഒരു ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരു ആളാണ് രേണു. അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാനും നമ്മുടെ കേരള ജനതയ്ക്കും കഴിയും. എവിടെ ആവശ്യപ്പെട്ടാലും ഇത്രയും, കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്നും രേണു സുധി എന്നുള്ളൊരു പേരിലേക്ക് എന്തോ ചെയ്തിട്ടാവട്ടെ അല്ലെ, എത്രയോ കാര്യങ്ങൾ ചെയ്തു വന്ന ഒരാളാണ്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി കാശുണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞ അഭിപ്രായമാണ്, സബ്സ്ക്രൈബ് ചെയ്ത് ഇനി കാശുണ്ടാക്കരുത്. ഞങ്ങളെ പോലുള്ള ആൾക്കാരെ എന്തുണ്ടെങ്കിലും നമുക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും, എല്ലാവരും പ്രാർത്ഥിക്കും. നമുക്ക് കൂടെ കൊടുക്കാൻ പ്രാർത്ഥന കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറയുമെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഇപ്പൊ എന്താ, അയ്യോ രക്ഷപ്പെട്ട് വരണേ. പിന്നെ കിച്ചു പറഞ്ഞതില് ഇങ്ങനെ പറഞ്ഞെന്ന് പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു നേരം ചോറ് ഒരുത്തി തരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ തരുവോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അമ്മ, ഇനി അവരെങ്ങനെയായിരുന്നു അവരുടെ ബോണ്ടെന്ന് നമുക്കറിയില്ല. ഇത് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ നമുക്കും ഉള്ളൂ. അമ്മയും മോനും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അറിയില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ കിച്ചുവിനാണ് അതൊരു ബുദ്ധിമുട്ട് വരിക. ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഞെട്ടിക്കുന്ന നടുക്കുന്ന ഫോൺ സംഭാഷണം ഇത് ഫുള്ളായിട്ട് ഞാൻ വെച്ചു തരാം, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതായത് നമ്മുടെ കിച്ചുവിനെ സമൂഹത്തിന്റെ മുമ്പിൽ നാട്ടിക്കാൻ വേണ്ടി ഇവറ്റകൾ തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ് തൂങ്ങുനാടകം. അതായത് രേണു സുധി തൂങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് കിച്ചുവിനെ വെറുക്കും, കിച്ചുവിനെ അൺഫോളോ ചെയ്യും. അതിനുവേണ്ടി ഇവറ്റകൾ തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ് എന്റെ പൊന്നു മനുഷ്യന്മാരെ ഈ നാടകം നാരാളിലേക്ക് എത്താൻ വേണ്ടി കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ പ്രിയങ്ക പറഞ്ഞതും മറ്റുള്ള യൂട്യൂബേഴ്സും പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടില്ലേ? ഇപ്പോൾ ഇന്നലെ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ബിഗ് ബോസിൽ വന്നതിൽ വെച്ച് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ. റോബിൻ രാധാകൃഷ്ണൻ്റെ അമ്മ മരിച്ചു, ക്യാൻസറായിട്ടാണ് മരിച്ചത്. മാക്സിമം പൊരുതി. എന്താ അവർക്ക് പൈസ ഇല്ലാണ്ടാണോ? അല്ലല്ലോ, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രേണു ഇപ്പോൾ ഇത്രയും ഫൈറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞ് പരത്താണ്ടിരിക്കുക. ഒരാൾ സന്തോഷമായിട്ട് ഈ കിടന്നാലാണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിൽ നിന്ന് നമുക്ക് പിന്തിരിഞ്ഞ് വരാൻ പറ്റുള്ളൂ. ഇങ്ങനെ മാനസിക സംഘർഷങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ മരണം പെട്ടെന്നായിരിക്കും സംഭവിക്കുക. അപ്പം അതിന് നിങ്ങൾ ഒരു നിമിത്തമാവരുത്. ആ ശാപം നിങ്ങളുടെ തലമുറയോളം ചിലപ്പോൾ നിൽക്കും. അപ്പോൾ നിങ്ങൾ ഒന്നും സഹായിക്കണ്ട, ഒരു കാര്യം തിരിഞ്ഞു നോക്കണ്ട. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നിങ്ങൾ ഈ തെറിക്കമൻറ്റുകളൊക്കെ നിർത്തുക, അനാവശ്യങ്ങൾ നിർത്തുക, പട്ടീനെ പിടിച്ച് പൂച്ചയാകേണ്ട പരിപാടി നിർത്തുക. അത്രയും നമ്മൾ പറയുന്നുള്ളൂ. ഇതിൽ മേലെ എന്ത് പറയാനാണ് ഞങ്ങളോടൊക്കെ? നമുക്കൊക്കെ ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ. ഒരാൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു സഹതാപം, അനുകമ്പ നമ്മുടെ സീമാജി നായർക്കൊക്കെ ഉള്ള പോലെ. അതുപോലെ തന്നെ വലിയ കാശ് സഹായിക്കാനൊന്നും നമുക്കില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ രേണുവിനെ ഒന്ന് സഹായിക്കുക. അതാണ് വേണ്ടത്. വീഡിയോ നമുക്കിവിടെ